വിദ്യാർത്ഥികളുടെ യാത്രാ കൺസെഷനെ കുറിച്ച് ചർച്ചയ്ക്കൊരുങ്ങി സർക്കാർ. പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര കാരണം സ്വകാര്യ ബസുകൾ പ്രതിസന്ധിയിലായെന്ന പരാതിക്കിടെയാണ് ഗതാഗത മന്ത്രിയുടെ വെളിപ്പെടുത്തൽ. ഇടതു സർക്കാരിന് CP ജോണിന്റെ വിമർശനം. പ്രിയദർശിനി വന്നതുകൊണ്ട് സാമ്പത്തികമായ ഉണ്ടായ റൂട്ടുകളുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് ഒരു ഔദ്യോഗികമായൊരു കമ്മിറ്റി വയ്ക്കുന്നതാണ്. അവർ ആ കമ്മിറ്റിയുടെ മുമ്പിൽ ബന്ധപ്പെട്ട ആളുകൾ മൊഴി കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്താണെന്ന് സർക്കാർ മനസ്സിലാക്കുകയും ചെയ്യും. 33,000 പ്രൈവറ്റ് ബസ്സുകൾ ഉണ്ടായിരുന്നു കേരളത്തിൽ. അതിപ്പോൾ 8,000-അടുത്തേക്ക് ചുരുങ്ങിയത് പ്രിയദർശിനി കൊണ്ടല്ല. അപ്പോൾ ഒരു ക്രൈസിസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു. ആ ക്രൈസിസിനെ കുറിച്ച് ചർച്ച ചെയ്യാനോ അതിന് പരിഹാരം കണ്ടെത്താനോ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഒരു നടപടിയും എടുത്തതായി നിങ്ങൾക്കും അറിയില്ല, എനിക്കും അറിയില്ല. പക്ഷേ നമ്മുടെ പുതിയ ഗവൺമെൻറ് എന്ന രീതിയിൽ, ഒരു ഗവൺമെൻറ്റിൻ്റെ തുടർച്ച എന്ന രീതിയിൽ എന്തുകൊണ്ടാണ് ഈ 33,000 ബസ്സുകൾ വെറും 7,000, 8,000 ആയിട്ട് കുറഞ്ഞതെന്നും കൂടെ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ടാക്സ് 50% നമ്മൾ കുറച്ചത്. ടാക്സ് കൂട്ടുക എന്നല്ലാതെ ഇതിനു മുമ്പ് ഒരിക്കലും സ്വകാര്യ ബസ്സുകളുടെ ടാക്സ് കുറച്ചിട്ടില്ല. അപ്പോൾ ആ ടാക്സ് കുറച്ചതിലൂടെ തന്നെ പൊതുഗതാഗത രംഗത്തെ നിക്ഷേപകർ എന്ന രീതിയിലാണ് ഗവൺമെൻറ് അവരെ കാണുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഭാവിയിലുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് പഠിക്കാനാണല്ലോ നമ്മൾ ഒരു ഹൈപ്പവർ കമ്മിറ്റി വയ്ക്കുന്നത്. ആ കമ്മിറ്റിയുടെ പഠനത്തിൽ എന്തുകൊണ്ടാണ് ഈ 33,000 ബസ് 8,000-ആയി കുറഞ്ഞതെന്നും കൂടെ അവർ പഠിക്കട്ടെ. അപ്പോൾ ആ വിഷയത്തിൽ ഞങ്ങൾ തമ്മിൽ യാതൊരു വഴക്കോ തർക്കങ്ങളോ ഒന്നുമില്ല. പ്രിയദർശിനി സർവീസ് മൂലം സ്വകാര്യ ബസ്സുകൾക്കുണ്ടാകുന്ന നഷ്ടം പഠിക്കാൻ പ്രത്യേക കമ്മിറ്റിയെ നിയോഗിക്കാൻ സർക്കാർ തീരുമാനിച്ചതായി മന്ത്രി CP ജോൺ വ്യക്തമാക്കി. വിദ്യാർത്ഥി കൺസെഷൻ സംബന്ധിച്ച കാര്യങ്ങൾ സർക്കാർ പരിശോധിക്കുമെന്ന് മന്ത്രി പാലക്കാട്ട് വാർത്താലേഖകരോട് പറഞ്ഞു. കൺസെഷൻ നിരക്ക് കൂട്ടുന്നതിനെക്കുറിച്ച് വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച ചെയ്യും. വയനാട്ടിൽ സ്വകാര്യ ബസ്സുകൾ സ്വന്തം നിലയ്ക്ക് പിരിക്കുന്നത് അംഗീകരിക്കാനാവില്ല. സ്വകാര്യ ബസ്സുകൾക്ക് നികുതി ഇളവ് UDF സർക്കാരാണ് പ്രഖ്യാപിച്ചത്. ഇടതു സർക്കാർ സ്വകാര്യ ബസ്സുകളുടെ കാര്യത്തിൽ കഴിഞ്ഞ 10 വർഷം യാതൊന്നും ചെയ്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, അവരുടെ പ്രശ്നങ്ങളോട് അങ്ങേയറ്റം അനുഭാവപൂർണമായ ഒരു സമീപനമാണ് ഗവൺമെൻറ്റിനുള്ളത്. അത് പ്രിയദർശിനി വന്ന പ്രശ്നമല്ല. അതിനു മുമ്പ് ഈ 10 വർഷക്കാലം ആ രംഗത്തെ തകർത്തത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ പ്രശ്നവും കൂടെ അതിൽ ഉൾച്ചേരുന്നുണ്ട്. അതിപ്പോൾ ആരും ഞാൻ കുറ്റപ്പെടുത്താനൊന്നുമില്ല. മറ്റൊന്ന്, എല്ലാ സ്ഥലത്തും ഈ പ്രശ്നമില്ല. അത് ഞങ്ങൾ ആ ചർച്ചയിൽ കൂടെ വ്യക്തമായി. ഇപ്പം നെയ്യാറ്റിൻകര താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ ഓർഡിനറി ബസ്സുകളുള്ള ഒരു താലൂക്ക്. അവിടെ പ്രൈവറ്റ് ഇല്ല. അപ്പോൾ അവിടെ പ്രശ്നമില്ല. മലപ്പുറം ജില്ലയിൽ ആകെ 68 ഓർഡിനറി ബസ്സേ ഉള്ളൂ, മലപ്പുറം ജില്ലയിൽ. അപ്പോൾ മിക്ക സ്ഥലത്തും അവിടുത്തെ പ്രൈവറ്റിന് ഈ പ്രോബ്ലം ഇല്ല. അതേപോലെ എന്നാൽ അതേസമയം കൊട്ടാരക്കര, പുനലൂർ, പത്തനാപുരം തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ, കോട്ടയം, പത്തനംതിട്ട ഭാഗങ്ങളൊക്കെ രണ്ടുപേരും ഒപ്പത്തിനൊപ്പം പോകുന്നുണ്ട്. അപ്പോൾ പാലക്കാട്, തൃശ്ശൂർ റൂട്ട് ഒപ്പത്തിനൊപ്പം പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒപ്പത്തിനൊപ്പം പോകുന്ന സ്ഥലങ്ങളിൽ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓർഡിനറി ബസ്സിൽ മാത്രമല്ലേ പ്രിയദർശിനിക്ക് ഇപ്പോൾ പ്രശ്നമുള്ളൂ. അതുകൊണ്ട് ആ പ്രിയദർശിനി ഇന്ന് ജനങ്ങൾ അംഗീകരിച്ച, ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച ഏറ്റവും മഹത്തായ ഒരു സർക്കാർ നടപടിയാണ്. അതൊരു പ്രശ്നമല്ല, അത് ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ പ്രശ്ന പരിഹാരമാണ്. ചെയ്യിച്ച ഒരു കൺസെഷൻ നിരക്ക് ആർക്കും ഒറ്റയടിക്ക് അവരുടെ നിലയ്ക്ക് മാറ്റുന്നത് ഒരു ഭംഗിയല്ല. അതൊരു വിദ്യാർത്ഥി സംഘടനകളൊക്കെ നാട്ടിൽ വളരെ ശക്തമായിട്ടുള്ളതല്ലേ. അത് വിദ്യാർത്ഥി സംഘടനകളായാലും ഗവൺമെൻറ് ആയാലും അത് അങ്ങനെ ഇഷ്ടം പോലെ വിരിക്കുന്നത് ശരിയല്ല. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ അത് എല്ലാവരോടും, വിദ്യാർത്ഥി സംഘടനകളോടും രാഷ്ട്രീയ പാർട്ടികളോടൊക്കെ ചോദിക്കാം, എന്താണ് അവരുടെ അഭിപ്രായം ചോദിക്കാം. മന്ത്രിയായ ശേഷം ഇതാദ്യമായി CMP DMF ലയന സമ്മേളനത്തിൽ പങ്കെടുക്കാനായി പാലക്കാട്ടെത്തിയതായിരുന്നു CMP ജനറൽ സെക്രട്ടറി കൂടിയായ CP ജോൺ. UTV ന്യൂസ്, പാലക്കാട്.